ഇന്ത്യൻ സിനിമ 100 വർഷം പിന്നിടുമ്പോൾ 1912 മെയ് 18 പ്രദർശിപ്പിക്കപ്പെട്ട ശ്രീ പുണ്ടാലിക് ആണ് ആദ്യത്തെ ഇന്ത്യൻ സിനിമയെങ്കിലും ആദ്യത്തെ പൂർണ്ണ അർത്ഥത്തിലുള്ള ഇന്ത്യൻ സിനിമയായി കണക്കാക്കപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ സംവിധാനം ചെയ്ത രാജ ഹരിചന്ദ്രയാണ്. ഇത് പുറത്തിറങ്ങിയത് 1913 മെയ് 3-നാണ്. ശ്രീ പുണ്ടാലിക് 22 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതും പ്രോസസ്സിംഗ് ജോലികൾ വിദേശത്ത് വെച്ച് നടത്തിയതുമായ സിനിമയാണെങ്കിൽ രാജ ഹരിചന്ദ്ര 40 മിനിറ്റ് ദൈർഘ്യമുള്ള മുഴുനീള കഥാചിത്രമാണ്. അത് പൂർണ്ണമായും ഇന്ത്യയിൽ മാത്രമാണ് ചിത്രീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത് 1896 ജൂലൈ 7 മുംബൈ വാട്സൺ ഹോട്ടലിൽ വെച്ചാണ്. ആദ്യകാല ഇന്ത്യൻ സിനിമകൾക്ക് ഒരു ദിശാബോധമുണ്ടാക്കി സിനിമയെ ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ ദാദാ സാഹിബ് ഫാൽക്കെ എന്ന സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. 1932 പുറത്തിറങ്ങിയ ഇന്ദ്രസഭ എന്ന ചിത്രത്തിലെ പാട്ടുകളുടെ എണ്ണം 71 ആയിരുന്നു. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആളായി നടൻ അക്ഷയ് കുമാർ മാറി. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന സിനിമയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രദർശിപ്പിച്ച ചിത്രം. മുംബൈയിലെ മിനർവ തിയേറ്ററിൽ 700 ആഴ്ചയാണ് തുടർച്ചയായി ഈ സിനിമ പ്രദർശിപ്പിച്ചത്. രാജ ഹരിചന്ദ്രയിലെ നടനായി അരങ്ങിൽ തകർത്ത ദത്താത്രേയ ദാമോദർ ദബ്കെ ആദ്യ ഇന്ത്യൻ ഹീറോ എന്ന ബഹുമതിക്ക് അർഹനായി. ഇന്ത്യൻ സിനിമയിലെ ജീനിയസ് ആയ സത്യജിത്ത് റായ് 32 ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടി. സിനിമയുടെ ശില്പികൾ എന്നറിയപ്പെടുന്നവർ. സത്യജിത്ത് റായ് ആധുനിക ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാം സത്യജിത്ത് റായിയെ. 1921 ജനിച്ച ഇദ്ദേഹം 36 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഗുരുദത്ത് ഹിന്ദി സിനിമയുടെ സുവർണകാലം എന്നറിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സാമൂഹിക പ്രശ്നങ്ങൾ മികച്ച സിനിമകളിലൂടെ അവതരിപ്പിച്ച സംവിധായകൻ. ശാന്താറാം മറാത്തി ഭാഷയിലെ ആദ്യത്തെ സിനിമയ്ക്ക് ജനനം കൊടുത്ത സംവിധായകൻ. മരണമില്ലാത്ത സിനിമകൾ എന്നറിയപ്പെടുന്നവ പതേർ പാഞ്ചാലി, മദർ ഇന്ത്യ, പ്യാസ, ദോ ബീഖ സമീൻ, സുബർണരേഖ, മുഗൾ ഇ അസം എന്നിങ്ങനെ അവ നീളുന്നു. ഒട്ടേറെ അംഗീകാരങ്ങൾ മലയാള സിനിമയ്ക്കും ലഭിച്ചിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ തുടങ്ങി നിരവധി സംവിധായകർ മലയാള സിനിമയെ സമ്പന്നമാക്കി. രാമു കാര്യാട്ടിന്റെ ചെമ്മീനിൽ തുടങ്ങി സ്വയംവരം, നിർമാല്യം, ചിദംബരം, പിറവി തുടങ്ങി ഏറ്റവും ഒടുവിൽ ആദാമിന്റെ മകൻ അബു വരെ ദേശീയ അവാർഡ് നേടിയ മലയാള ചിത്രങ്ങളിൽ പെടുന്നു. ഇന്ത്യൻ സിനിമ 100 വയസ്സ് തികയുന്ന ഈ വേളയിൽ മലയാളത്തിൽ നിന്നും പിറന്നാൾ സമ്മാനമായി സെല്ലുലോയിഡ് എന്ന ചിത്രം പ്രദർശനത്തിനെത്തിച്ചു. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ സിനിമാ ജീവിതമാണ് കമൽ എന്ന സംവിധായകൻ ഈ നൂറ്റാണ്ടിൽ സിനിമയായി പുറത്തിറക്കിയത്. ഇത് മലയാള കരയിലെന്നല്ല ഇന്ത്യൻ കരയിൽ തന്നെ ഒരു വൻ വിജയമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ ഒരു നാഴികക്കല്ലായി സെല്ലുലോയിഡ് മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യൻ സിനിമയ്ക്ക് 100 വർഷം പിന്നിടുമ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്വപ്നക്കോട്. നന്ദി, നമസ്കാരം.